ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സാധാരണ രീതിയിൽ ഒരു അടിമ യുവാവ് രാജ്യത്തെ ഭരിക്കുന്നത് കഥകളിൽ കേട്ടിട്ടുണ്ടാകും, ഇല്ലേ? പക്ഷെ അത് കഥയാണ്. എന്നാൽ ഇത് റിയാലിറ്റിയിൽ യഥാർത്ഥമായി സംഭവിച്ച ഒരു കാര്യം. അടിമ യുവാവായി കാരാഗൃഹത്തിൽ കിടന്ന യൗവനക്കാരൻ ഇപ്പോഴിതാ മിസ്രയീമിനൊക്കെയും മേലധികാരിയാകുന്നു. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം 38 വാക്യം. ഫറവോൻ തൻ്റെ ഭൃത്യന്മാരോട്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുവനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. പിന്നെ ഫറവോൻ യോസഫിനോട്, ദൈവം ഇതൊക്കെ നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെപ്പോലെ വിവേകവും ജ്ഞാനമുള്ളവൻ ഒരുവനുമില്ല. നീ എൻ്റെ ഗൃഹത്തിന് മേലധികാരിയാകും. നിന്റെ വാക്ക് എൻ്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും. സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും എന്ന് പറഞ്ഞു. ഇതാ മിസ്രയീം ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരി ആക്കിയിരിക്കുന്നു എന്നും ഫറവോൻ യോസേഫിനോട് പറഞ്ഞു. മാത്രമല്ല, ഫറവോൻ തൻ്റെ കയ്യിൽ നിന്ന് മുദ്രാമോതിരം ഊരി യോസേഫിൻ്റെ കൈക്ക് ഇട്ടു. പിന്നീട് താഴോട്ട് വായിക്കാൻ ഞാൻ സമയമെടുക്കുന്നില്ല, നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ കാരാഗൃഹത്തിൽ ഒരു കുറ്റവാളിയെ പോലെ കിടന്ന യോസേഫ് സാധ്യതയുണ്ടായിരുന്നില്ല. കൂടെയുള്ള കുറ്റവാളികളെല്ലാം പറഞ്ഞു കാണും, ഇവൻ്റെ ജീവിതം ഈ കാരാഗൃഹം കൊണ്ട് തീരും, ഇവൻ കാരാഗൃഹത്തിന് പുറത്തു വരികയില്ല. എന്തിന്? ഈ യോസേഫിൻ്റെ അപ്പൻ യാക്കോബ് ചിന്തിച്ചത്, എൻ്റെ മകൻ അവനെ ഒരു മൃഗം കടിച്ചു കീറിയെന്നാണ്, അവൻ്റെ ജീവിതം തീർന്നു എന്ന്. എന്നാൽ യോസേഫിൻ്റെ സഹോദരന്മാർക്കറിയാം, മൃഗമൊന്നും കടിച്ചു കീറിയില്ല. യോസേഫിൻ്റെ സഹോദരന്മാർ അവനെ പൊട്ടക്കിണറ്റിലിട്ടു. പിന്നീട് ആ പൊട്ടക്കിണറ്റിൽ നിന്ന് അവനെ വലിച്ചു കയറ്റി മിദ്യാന്യ കച്ചവടക്കാർക്ക് വിറ്റു. അവർക്കറിയാം. പക്ഷെ അവർ ചിന്തിച്ചു കാണും, ഞങ്ങൾ വിറ്റ് കളഞ്ഞ അടിമച്ചെറുക്കൻ എവിടെ വളരാൻ, അവൻ്റെ കാലം തീർന്നു കാണും, അവനെ ഞങ്ങൾ വിറ്റ് പൈസ വാങ്ങി, ഇനി അവനുണ്ടോ എഴുന്നേറ്റ് വരാൻ. മിദ്യാന്യ കച്ചവടക്കാരുടെ കയ്യിൽ നിന്ന് ആ സഹോദരൻ എഴുന്നേറ്റ് വരുമെന്ന് യോസേഫിൻ്റെ സഹോദരന്മാർ ചിന്തിച്ചില്ല. കർത്താവിനെ സ്തോത്രം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ജീവനുള്ള ദൈവം യോസേഫിനെ കാരാഗൃഹത്തിൽ നിന്നും വിടുവിച്ചു. സ്വന്തം സഹോദരങ്ങൾ യോസേഫിനെ പൊട്ടക്കണ്ണിലിട്ടു, മിദ്യാന്യ കച്ചവടക്കാർക്ക് വിറ്റു. പിന്നീട് സംഭവിച്ചത് അതിലും ഭയാനകമാണ്. മിസ്രയീമിലെ പൊത്തിഫേർ എന്ന വലിയ ഉന്നത ഉദ്യോഗസ്ഥൻ്റെ വീട്ടിൽ ഈ യോസേഫ് ജോലിക്ക് നിൽക്കുകയാണ്. വളരെ വിശ്വസ്തനെന്ന് കണ്ടതുകൊണ്ട് ആ ഗ്രഹത്തിനൊക്കെയും യോസേഫിനെ മേൽവിചാരകനാക്കി. എന്നാൽ അവിടെയും പൈശാചികന്റെ തന്ത്രം. ആ പൊത്തിഫേറിൻ്റെ ഭാര്യ യോസേഫിൽ കണ്ണുവെച്ചു. എങ്ങനെയും അവൻ്റെ ആത്മീയ ജീവിതത്തെ തകർക്കുവാൻ പിശാച് സ്ത്രീയിലൂടെ പ്രവർത്തിച്ചു. പക്ഷെ അവിടെയും യോസേഫ് തോറ്റില്ല. യോസേഫ് തൻ്റെ ഉടുവസ്ത്രം ഇട്ടിട്ട്, ഞാൻ ഈ മഹാദോഷം ചെയ്ത എൻ്റെ ദൈവത്തെ വേദനിപ്പിക്കുന്നതെങ്ങനെ, ദുഃഖിപ്പിക്കുന്നതെങ്ങനെ എന്ന് പറഞ്ഞു. പക്ഷേ അവന് കിട്ടിയത് കാരാഗൃഹമായിരുന്നു. ജീവിതം ഒരിക്കലും പുഷ്പിക്കാൻ സാധ്യതയില്ലാത്ത വഴിയിലൂടെയാണ് യോസേഫ് പോയത്. ഞാൻ ഈ വാക്കുകളെ പറയുമ്പോൾ ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഏടുകൾ പരിശോധിച്ചാൽ, മകനെ, നീ ജനിച്ച കാലം മുതൽ നിനക്കൊരു നന്മയുടെ കാലം വന്നിട്ടുണ്ടാകുകയില്ല. നിൻ്റെ ജീവിതത്തിൻ്റെ ഏടുകൾ പരിശോധിച്ചാൽ, പഴയ കാലത്തിലേക്ക് നോക്കിയാൽ ജനിച്ച കാലം മുതൽ വേദന അനുഭവിച്ചവരുണ്ട്, ജനിച്ച കാലം മുതൽ ദുഃഖം അനുഭവിച്ചവരുണ്ട്. ഞാൻ ഒരിക്കൽ ഒരു മനുഷ്യൻ സാക്ഷ്യം പറയുന്നത് കേട്ടു. അദ്ദേഹം ജനിച്ച അന്ന് അപ്പൻ്റെ ഗവൺമെൻറ് ജോലി പോയി എന്ന്. ഈ മകൻ ജനിച്ച അന്ന് ജോലി പോയി. ഈ മകൻ ജനിച്ച് മുന്നോട്ട് വന്നപ്പോൾ അപ്പൻ മുക്കുടിയനായി തീർന്നു. അങ്ങനെ ആ അപ്പനും കുടുംബവും നശിച്ച കഥ ഒരു മനുഷ്യൻ പറയുന്നത് ഞാൻ കേട്ടു. പക്ഷേ അദ്ദേഹം യേശുവിനെ കണ്ടെത്തി, ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു. ഈ ഭൂമിയിൽ ഒരു മകൻ ജനിച്ചപ്പോൾ അപ്പൻ്റെ ജോലി പോയെങ്കിൽ, ആ മകൻ്റെ ഉള്ളിൽ ക്രിസ്തു വന്ന് ജനിച്ചപ്പോൾ ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാം നഷ്ടപ്പെട്ട ഒരു പാവപ്പെട്ട മനുഷ്യൻ, ഓടയുടെ മുകളിൽ ഒരു കൂരപ്പെര വെച്ച് കിടന്ന മനുഷ്യൻ, പിന്നീട് യേശു ഹൃദയത്തിൽ വന്ന് ജനിച്ചപ്പോൾ അദ്ദേഹം സ്വന്തമായി 2 വീടുകൾ വാങ്ങി, കാറ്, മക്കൾ വിദേശത്ത് ജോലി ചെയ്യുന്നു. അതിലുപരിയായി ആത്മീയമായത്തെ ഉയർന്നു. യേശുവിൻ്റെ സാക്ഷിയായി അനേക സ്ഥലങ്ങളിൽ ഓടി നടന്ന കർത്താവിൻ്റെ വേല ചെയ്ത അനുഭവ സാക്ഷി ഞാൻ കേട്ടിട്ടുണ്ട്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എല്ലാം തീർന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. വിവാഹം കഴിഞ്ഞു,
എല്ലാം തീർന്നു, സ്നേഹം അറ്റുപോയി, ഭാര്യയും ഭർത്താവും തമ്മിൽ അകന്നു കഴിഞ്ഞു ഉള്ളുകൊണ്ട്. ഇനി ഒരു പേപ്പറിൻ്റെ വർക്ക് മാത്രമേ ഉള്ളൂ. കോടതിയിൽ നിന്നൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ, ഒരു സൈൻ കിട്ടിയാൽ തീർന്നു, പിരിയാൻ റെഡിയായി കഴിഞ്ഞു. ഇങ്ങനെയെല്ലാം തകർന്ന് ഇനി ഒരു നല്ല പ്രതീക്ഷയില്ല എന്ന് വിചാരിച്ച് ജീവിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ലോൺ എടുത്തു, ഇനിയിപ്പോൾ ലോൺ അടയ്ക്കാൻ പോലും പൈസയില്ല, ഇൻട്രസ്റ്റ് അടയ്ക്കാൻ പോലും പൈസയില്ല, അങ്ങനെ വലഞ്ഞ് സാമ്പത്തികമായൊരു അഭിവൃദ്ധി കിട്ടിയില്ല എന്ന് ചിന്തിച്ചിരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? യോസേഫിൻ്റെ സാഹചര്യങ്ങളിലേക്ക് നോക്കിയാൽ യോസേഫ് പിറ്റിൽ ഇടപെട്ടു, പിന്നീട് പ്രസണിൽ അടയ്ക്കപ്പെട്ടു. എന്നാൽ എന്നും പിറ്റല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയാം. എന്നും കുഴിയുടെ അനുഭവമല്ല മകനെ നിന്റെ ജീവിതം, എന്നും കാരാഗ്രഹത്തിൻ്റെ അനുഭവമല്ല. നിനക്ക് വേണ്ടി ദൈവം കാരാഗ്രഹം തുറക്കും, നിന്നെ കുഴിയിൽ നിന്ന് കർത്താവ് പിടിച്ചുയർത്തും. കാരാഗ്രഹത്തിൽ താടി രോമങ്ങളെല്ലാം നീട്ടി നല്ല വസ്ത്രമില്ലാതെ കഴിയുന്നവനായിരിക്കും യോസേഫ് അന്ന്. പക്ഷേ ജീവനുള്ള ദൈവത്തിൻ്റെ സ്വർഗീയ പദ്ധതിയിൽ, കാര്യപരിപാടിയിൽ യോസേഫിനെ ദൈവം ഉൾപ്പെടുത്തി. യോസേഫ് സ്വപ്നമുള്ളവനായിരുന്നു, യോസേഫ് അരുളപ്പാടുള്ളവനായിരുന്നു, യോസേഫ് ദൈവത്തിൻ്റെ പ്രത്യേക തെരഞ്ഞെടുപ്പ് ലഭിച്ചവനായിരുന്നു. യോസേഫിൻ്റെ ജീവിതത്തിൽ ഓരോ കടമ്പകൾ കടന്നു. എന്നാൽ ഇപ്പോൾ യോസേഫ് ഇതാ പിറ്റിൽ നിന്നും പ്രസണിലേക്കും, പ്രസണിൽ നിന്നും ഇപ്പോൾ പാലസിലേക്ക് എത്തിയിരിക്കുന്നു. എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്കും ഒരു നല്ല കാലം ഉണ്ടാകും, ആത്മീയമായിട്ടുണ്ടാകും. ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ നിരാശപ്പെട്ട് ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന ചില പാപത്തിൻ്റെ ശോധനകളിൽ പെട്ട് വലഞ്ഞ് നിങ്ങൾ ആത്മീയ ജീവിതത്തിൽ ഒരു ജയമില്ലാതെ വലഞ്ഞു കഴിയുകയായിരിക്കാം. എന്നാൽ മോനെ, നിനക്കും കർത്താവ് ജയം തരും. ജയത്തിൻ്റെ സാക്ഷ്യം നിന്നെ കൊണ്ട് പറയിക്കാൻ ദൈവത്തിന് കഴിയും. മോനെ, നീ ഇന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടി നീ എന്നുമെന്നും കൈ നീട്ടുന്നവനായിരിക്കാം. എന്നാൽ നിൻ്റെ കൈ നിറച്ചു തരും അനേകർക്ക് കൊടുക്കുവാൻ. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ ചെറുപ്പകാലം ഞാൻ ഓർക്കുന്നു. എത്രയോ മനുഷ്യരുടെ മുമ്പിൽ ഒരു നേരത്തെ ആഹാരത്തിന് ഞാൻ കൈ നീട്ടിയിട്ടുണ്ട്, എത്രയോ പേരുടെ. ഹല്ലേലൂയ. ഞാൻ ആ ചരിത്രമൊന്നും വിവരിക്കുന്നില്ല. എൻ്റെ ബാല്യകാലം, ഞാൻ ഏറ്റവും ദുഃഖിച്ചു കഴിഞ്ഞ കാലം, സങ്കടത്തിൽ കഴിഞ്ഞ കാലം. ഒരു നേരത്തെ ആഹാരമില്ല, നല്ല വസ്ത്രമില്ല, ഒന്നുമില്ല. 5 പൈസ കൊടുത്താൽ അന്ന് 5 നാരങ്ങ മിഠായി കിട്ടും. ഞാൻ പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കുണ്ടായിരുന്നില്ല. എൻ്റെ സഹപാഠികൾ നല്ല നാരങ്ങ മിഠായി കഴിക്കുമ്പോൾ അതിൻ്റെ ആ നല്ല സ്വാദുള്ള മണം കേട്ടിട്ട് ഞാൻ കൊതിയോടെ നോക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്കുണ്ടായിരുന്നില്ല. ഞാനൊന്ന് നിരാശനായിരുന്നു. എന്നാൽ 19-ാമത്തെ വയസ്സിൽ യേശു എൻ്റെ ഉള്ളിൽ വന്ന് പിറന്നു. എൻ്റെ ജീവിതം മാറി. ഇന്ന് അനേകർക്ക് കൊടുക്കുവാൻ കർത്താവ് എനിക്ക് തന്നു. സ്തോത്രം. മറ്റുള്ളവരുടെ കണ്ണുനീർ തുടയ്ക്കാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. ഞാനതിൽ സന്തോഷിക്കുന്നു. ഒരാളുടെയെങ്കിലും കണ്ണുനീർ തുടയ്ക്കാനൊന്നിടയായാൽ ഈ ചെറിയവരിലൊരുത്തിന് ചെയ്തിടത്തോളം എനിക്കാവുന്ന ചെയ്തെന്ന് യേശു പറയും. ഒത്തിരി ചെയ്താൽ എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷേ കർത്താവ് കണ്ണുനീർ ഒരാൾ തുടയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ നോ എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. ഹല്ലേലൂയ. അതുമാത്രമാണ് ആ ഒരു സമർപ്പണം കർത്താവ് എനിക്ക് തന്നു. എല്ലാം കഴിഞ്ഞൊന്നും ഞാൻ പറയുന്നില്ല. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്ഥിതി മാറ്റുന്നൊരു ദൈവമുണ്ട്. ഒരിക്കൽ കാരാഗ്രഹത്തിൽ ഇട്ടതായ പൊത്തിഫേർ, ഒരിക്കൽ കുഴിയിൽ തള്ളിയിട്ട സഹോദരന്മാർ എല്ലാം യോസേഫിൻ്റെ വളർച്ച കണ്ടു, യോസേഫിൻ്റെ ഉയർച്ച കണ്ടു, യോസേഫിൻ്റെ പദവി കണ്ടു, യോസേഫിൻ്റെ അഭിവൃദ്ധി കണ്ടു, യോസേഫിൻ്റെ അധികാരം കണ്ടു. യോസേഫിൻ്റെ മുമ്പിൽ വന്നവരെല്ലാവരും മുട്ടുമടക്കേണ്ടി വന്നു. മോനെ, ഇന്ന് നിന്നെ ആക്ഷേപിക്കുന്നവർ നിൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്താനുള്ള കാലം വരാൻ പോകുന്നു. ഹല്ലേലൂയ. നിന്നെ നിന്ദിച്ചവർ, മാറ്റി നിർത്തിയവർ, ഓ ഇവനാണോ സുവിശേഷം പറയുന്നത്, ഇവനാണോ ദൂത് പറയുന്നത്, ഇവനാണോ സാക്ഷ്യം പറയുന്നത്, ഇവനാണോ ശുശ്രൂഷക്കാരൻ എന്ന് പറഞ്ഞ് നിന്റെ മകനെ നിന്നെ പലയിടത്തും മാറ്റി നിർത്തിയിട്ടുണ്ടായിരിക്കാം. എന്നാൽ നിന്റെ അടുക്കൽ വന്ന് ദൈവത്തിൽ നിന്ന് വല്ല ദൂതുമുണ്ടോ എന്ന് നിന്നോട് ചോദിക്കുന്ന കാലം വരാൻ പോകുന്നുവെന്ന് ചിലരെ നോക്കി ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പറയട്ടെ. ഹല്ലേലൂയ. എനിക്കെന്തെങ്കിലും ഒരു ദൂതുണ്ടോ? സ്തോത്രം. കർത്താവ് എന്തെങ്കിലും അരുളി ചെയ്തിട്ടുണ്ടോ? എന്നെക്കുറിച്ച് എന്തെങ്കിലും കാണുന്നുണ്ടോ? അങ്ങനെ ചോദിക്കുന്നൊരു കാലഘട്ടം വരുമെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ചിലരോടെല്ലാം പറയട്ടെ പ്രിയരെ. അതങ്ങനെ സംഭവിക്കും. നിരാശപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കാലത്ത് നിരാശപ്പെട്ടും ദാരിദ്ര്യത്തിലും പ്രയാസത്തിലും ദുഃഖത്തിലും നെടുവീർപ്പിലും കഴിച്ച പാവപ്പെട്ട അടിയൻ്റെ അടുക്കൽ എത്രയോ ആളുകൾ പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിക്കുന്നു. ഒന്ന് പ്രാർത്ഥിക്കാമോ? ഒരാശ്വാസവാക്ക് തരാമോ? ഇത് ഇന്ന പ്രശ്നമുണ്ടേ, ഒരു ഉപദേശം തരാമോ? കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്ഥിതി മാറ്റുന്നൊരു ദൈവമുണ്ട്. മിസ്രയീമിനൊക്കെ അധിപതിയാക്കി യോസേഫിനെ തീർത്തൊരു ദൈവം, അതേ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. പിറ്റിൽ നിന്നും പ്രസവനിലേക്ക് പോയി, പക്ഷെ പ്രസവനിൽ നിന്നും പാലസിലേക്ക് യോസേഫിനെ ഉയർത്തി ദൈവം. പക്ഷെ പാലസിൽ നിർത്തിയില്ല,
പാരഡൈസിലേക്കുള്ള പദവി കൊടുത്തു. നിത്യജീവൻ്റെ ഓഹരി കൊടുത്ത് യോസേഫിനെ ദൈവം മാനിച്ചു. നമ്മെ മാനിക്കുന്ന ഒരു ദൈവം കൊണ്ട് മറക്കരുത്. നാം ദൈവത്തെ മാനിച്ചാൽ ദൈവം നമ്മെ മാനിക്കും. നാം കറവറ്റാതെ യേശുവിന് വേണ്ടി ഭൂമിയിൽ ജീവിച്ചാൽ കർത്താവ് നമ്മെ ഓർക്കും. നാം വിശ്വസ്തരായി നിന്നാൽ ദൈവം നമ്മെ സഹായിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വാക്കുകളെ നിർത്തട്ടെ. യോസേഫിനെ ഉയർത്തിയ ദൈവം നിങ്ങളെ ഉയർത്തും. അതാണ് എൻ്റെ പ്രാർത്ഥന, അതാണ് എൻ്റെ ആഗ്രഹം. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ഉയർത്തട്ടെ, അനുഗ്രഹിക്കട്ടെ, ആത്മീയമായും ഭൗതികമായും വളർത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വം കൊടുക്കുവാനിടയാകട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾ ഏതെങ്കിലും ഉണ്ടോ? ഞങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്ക് യേശുവിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി യേശുവിനോട് പ്രാർത്ഥിച്ച് യേശുവിൽ നിന്നും പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രാപിച്ചെടുക്കണം. അപ്പോൾ അതിന് വലിയൊരു ഉറപ്പും ധൈര്യവുമുണ്ട്. തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങൾ എന്നും പഠിപ്പിക്കുന്നതും ഉപദേശിക്കുന്നതും അങ്ങനെയാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം.